എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നാം പകച്ചു നിൽക്കുമ്പോൾ കണ്ണടച്ച് തമ്പുരാനിൽ ശരണപ്പെടാനും എല്ലാം അറിയുന്നവനും എല്ലാറ്റിൻ്റെയും ഉടയവനുമായ സർവശക്തൻ നമ്മെ എത്തേണ്ടിടത്ത് എത്തിക്കുമെന്ന് വിശ്വസിക്കുവാനും കണ്ണടച്ച് വിശ്വസിക്കുവാനും ദൈവശരണം നമ്മെ പ്രാപ്തരാക്കുന്നു. നമുക്കും ഈ പുണ്യം അഭ്യസിക്കണം. അടുത്ത കൃപ അമ്മയിൽ വിളങ്ങിയിരുന്നത് ദൈവസ്നേഹമാണ്. അമ്മ എന്ന പദത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഏറ്റവും സുന്ദരമായ പദം സ്നേഹം തന്നെയാണ്. പരിശുദ്ധ അമ്മ ദൈവസ്നേഹത്തിൽ നിറഞ്ഞവളും ദൈവസ്നേഹം അതിൻ്റെ പാലനത്തിൽ പകർന്നവളുമാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു: ഈ ലോകത്തിലെ എല്ലാ അമ്മമാരുടെയും സ്നേഹം ഒരുമിച്ച് കൂട്ടിയാലും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു മകനോട് ഒരു മകളോടുള്ള സ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ അതൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടം ഒറ്റപ്പെടലാണ്. തന്നെ സ്നേഹിക്കാൻ ആരുമില്ല, തനിക്കാരുമില്ല എന്ന തോന്നലാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ സ്നേഹം പകരുന്നവരും സ്നേഹം അനുഭവിക്കുന്നവരുമായി നമുക്ക് മാറാം. അടുത്തതായി അമ്മയെ ഇളകിയിരുന്ന ഏറ്റവും പ്രയാസമേറിയ പുണ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് എളിമ. മറ്റെല്ലാ സുഹൃത്തുക്കളെയും അമ്മയുടെ ജീവിതത്തിലെ എളിമയാണ് അമ്മയെ ദൈവമാകുന്ന സ്ഥാനത്തേക്ക് എത്തിച്ചത്. എളിമ പാലിക്കുവാൻ അത്ര എളുപ്പമല്ല. എളിമപ്പെടലിൻ്റെ ഓരോ നിമിഷവും നമ്മിൽ സ്വർഗം ജനിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് എളിമപ്പെടാനുള്ള സന്ദർഭങ്ങളെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി നമുക്ക് മാറ്റണം. മറിയത്തിൻ്റെ സ്വസ്ത്രഗീതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഹൃദയജാലത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, എളിയവരെ ഉയർത്തി. ഏറ്റവും കൂടുതൽ കായ്ക്കുന്ന വൃക്ഷം ഏറ്റവും കുനിഞ്ഞു നിൽക്കുന്നത് പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ വിനയമുള്ളവനായിരിക്കും, എളിമയുള്ളവനായിരിക്കും. എനിക്കെല്ലാം അറിയാമെന്ന് ഒരുവൻ ചിന്തിച്ച് തുടങ്ങുമ്പോൾ അതവൻ്റെ തകർച്ചയുടെ തുടക്കമാണ്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണെന്ന് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രോഗങ്ങളും പ്രശ്നങ്ങളും ആവർത്തനങ്ങളും നമ്മളെ വിടാതെ പിന്തുടരുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന എളിമ നിറഞ്ഞ മനോശരണത്തോടെ ഈ ഭൂമിയിൽ പാടുറപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അമ്മയിൽ വിളങ്ങിയ ഏറ്റവും മനോഹരമായ ഒരു പുണ്യമാണ് അനുസരണം. ദൈവഹിതത്തോട് ആമേൻ പറഞ്ഞ നിമിഷം മുതൽ അമ്മയ്ക്ക് സ്വന്തം ഇഷ്ടങ്ങളില്ലായിരുന്നു. അമ്മയുടെ ജീവിതം മുഴുവനും ദൈവഹിതം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ അമ്മയുടെ മക്കളായ നാം ആ സുഹൃത്തം പരിശീലിക്കേണ്ടവരാണ്. നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ മരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വലിയ ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. മെരിയും മരവും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിത്യതയെ ലക്ഷ്യമാക്കി ജീവിതം പൂർത്തിയാക്കുവാൻ അമ്മയെ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഇനി അമ്മയെ വിളങ്ങിയിരുന്ന നമുക്ക് പരിശീലിക്കാൻ ഏറ്റവും പ്രയാസമേറിയ ഒരു പുണ്യം, അതാണ് ക്ഷമ. തൻ്റെ പുത്രൻ്റെ സകലവേളയിൽ അവരെ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാർ, തള്ളിപ്പറഞ്ഞ പത്രോസ്, ഇവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി പ്രാർത്ഥനയിൽ മുഴുകിയ പരിശുദ്ധ അമ്മ. അമ്മ
പാപികളാണെന്നിരിക്കലും തൻ്റെ പുത്രനെ അനുനിമിഷം വേദനിപ്പിക്കുന്നവരാണെങ്കിലും പരിശുദ്ധാമ്മ നമ്മളെ തള്ളിക്കളയുന്നില്ല. അമ്മ പാപികളെ വിശേഷിപ്പിക്കുന്നത് പാവപ്പെട്ട പാപികളെന്നാണ്. അമ്മ അനുനിമിഷം നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് തൻ്റെ പുത്രനോട് പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, തൻ്റെ മകൻ കുരിശിൽ നേടിയെടുത്ത നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്നുള്ളത്. ജീവിത പ്രശ്നങ്ങളുടെയും ആശങ്കകളുടെയും നടുവിൽ തിരുക്കുടുംബം എങ്ങനെയാണ് സന്തോഷവും വിശുദ്ധിയുമുള്ളൊരു ജീവിതം നയിച്ചതെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ നാഥനായ അമ്മയ്ക്കല്ലാതെ ആർക്കാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആദ്യം അല്ലലും മനസ്സിലാക്കുവാൻ സാധിക്കുക? പരിശുദ്ധമമ്മയെ സ്വന്തമാക്കുന്നതിലൂടെയും സ്നേഹിക്കുന്നതിലൂടെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും. അമ്മയുടെ മാതൃസ്നേഹം നിരാശയും നമുക്ക് പ്രത്യാശയും, ആപത്തിൽ തുണയും, സങ്കടങ്ങളെ സന്തോഷവും, അസ്വസ്ഥതയും സ്വസ്ഥതയുമാണ്. മക്കൾക്കടുത്ത സ്നേഹത്തിലും വാത്സല്യത്തിലും അവിടുത്തെ അദൃശ്യമായ സാമീപ്യം നമ്മൾക്കതിലുണ്ടെന്നും അതിരുകളില്ലാത്ത അവിടുത്തെ മാധ്യസ്ഥ ശക്തിയാൽ അളവറ്റ കൃപാവരങ്ങൾ നമ്മളെ ചൊരിയുന്നുവെന്നും നമ്മൾ അറിയുന്നു. നമ്മുടെയും ഈശോയുടെയും പ്രിയപ്പെട്ട മാതാവേ, അമ്മ താങ്ങുമ്പോൾ ഞങ്ങൾ വീഴുകയില്ല, അമ്മ സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുകയില്ല, അമ്മ നയിക്കുമ്പോൾ ഞങ്ങൾ ക്ഷീണിക്കുകയില്ല. ഈ ലോകമാകുന്ന സമുദ്രത്തിലെ കോളിളക്കത്തിൽപ്പെട്ട് ഞങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ അമ്മേ, അങ്ങേ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ ദിനങ്ങൾ ഭൂസ്വർഗങ്ങളോട് ഒന്നു ചേർന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ നാമത്തെ പ്രകീർത്തിക്കുക. പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിക്കാതെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഒരു ദിവസവും കടന്നു പോകാതിരിക്കട്ടെ. ഇത്തരുണത്തിൽ ജപമാലയെക്കുറിച്ച് 2-3 വാക്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ചൊല്ലി തീർക്കാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയല്ല ജപമാല. എണ്ണം തീർക്കാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയല്ല ജപമാല. സ്നേഹത്തോടും അമ്മയോട് ഒന്നിച്ച് അമ്മയെപ്പോലെ ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മയെ, എൻ്റെ ആശ്രയമേ, എൻ്റെ സഹായമായിരിക്കണമേ എന്ന കൊച്ചു സുഗന്ധ ജപം എന്നും നമ്മുടെ